റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണം, പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികൾ നടത്തിവന്ന സമരം അത് ഒരു വിഭാഗം അവസാനിപ്പിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് മറ്റൊരു വിഭാഗം സമരവുമായി രണ്ടാം ഘട്ട സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമരം നടത്തുന്നവർ BJP അനുകൂലികളാണെന്നാണ് സമരം അവസാനിപ്പിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇങ്ങനൊരു രാഷ്ട്രീയമായ ഇടപെടൽ ഇതില്ല എന്ന് സമരം തുടരുന്ന വിഭാഗവും വ്യക്തമാക്കുന്നുണ്ട്. നിതിൻ അംബുജനും വിഷ്ണു സുരേഷുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, 600ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഈ രണ്ട് വിഭാഗമായി സമരസമിതി പിളരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ ആർക്കൊപ്പമാണ്? ആരാണ് സമരം തുടരുന്ന കൂട്ടത്തിലാണോ കൂടുതൽ നിവാസികൾ നിൽക്കുന്നത്, അതോ സമരം അവസാനിപ്പിക്കുന്നവരുടെ കൂടെയാണോ? ഇതില്ല, രണ്ടുപേരും തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. 2024 ഒക്ടോബർ 13-നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 414 ദിവസം പിന്നിട്ടിരിക്കുന്നു. 414-ാം ദിവസം സമരം പിൻവലിക്കുന്നു എന്നാണ് ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി എടുത്ത തീരുമാനം. പക്ഷേ ആ തീരുമാനം ഒരു കൂടിയാലോചനയും ഇല്ലാതെ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ സമരമിരിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. കാരണം കേവലം കരമടക്കാനുള്ള ഒരു അവകാശം കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പരിശോധിക്കാൻ, അല്ലെങ്കിൽ റവന്യൂ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വേണം. ഇത് വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമിയുടെ ഈ പേര് മാറ്റാതെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല. അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ ആവശ്യം. അവർ പറയുന്നത് മറ്റു വിഭാഗം തങ്ങളെ വഞ്ചിച്ചു എന്ന തരത്തിലാണ്. കാരണം 5 പേർ ചേർന്നൊരു കൂടിയാലോചനയും ഇല്ലാതെ ഒരു തീരുമാനമെടുത്തിരിക്കും. അത് മുനമ്പൻ ജനതയെ ഒന്നാകെ വഞ്ചിക്കുന്ന നിലപാടാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളം ഈ സമരം ഇരുന്ന ആളുകളോട് ഒരു നീതിയും അവർ പുലർത്തിയില്ല എന്നുള്ളതാണ് ആക്ഷേപം. അത്തരത്തിലുള്ളൊരു വികാരം തന്നെയാണ് ഈ സമരപ്പന്തലിൽ നിന്ന് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ റിലേ നിരാഹാരം തുടരാനാണ് ഇവരുടെ തീരുമാനം. വലിയൊരു ജനക്കൂട്ടവും ഈ സമരപ്പന്തലിലും കാണാൻ സാധിക്കുന്നുണ്ട്. ചേച്ചി, അപ്പുറത്തെ സമരം ഇപ്പോൾ അവർ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളെ തൊട്ട് ഇതേപോലെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ നിമിഷം മുതലാണ് ഇവിടെ സമരം തുടങ്ങുന്നത്. നാളേക്ക് വെക്കണമെന്നില്ല. ഞങ്ങൾ അവരവിടെ സമരം അവസാനിപ്പിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ സമരം തുടങ്ങുകയാണ്. കാരണം ഇത് മുനമ്പം ജനതയ്ക്ക് തങ്ങളുടെ ഭൂമി, സ്വന്തമായ ഭൂമി അവകാശം വാങ്ങിയെടുക്കാനുള്ളൊരു സമരമാണ്. ആ സമരം ഇടക്കാലത്ത് വെച്ച് റിലേ നിരാഹാരം തുടങ്ങിയാണെങ്കിൽ ഇടക്കാലത്ത് വെച്ച് നിർത്തണത് മുനമ്പൻ ജനതയ്ക്ക് യോജിച്ചതല്ല. മുനമ്പൻ ജനതയോടൊപ്പം ലോകമൊട്ടുള്ള ആൾക്കാർ ഞങ്ങളോട് സഹകരിച്ച വ്യക്തികളാണ്. അവരോടും കൂടിയുള്ള നന്ദി പ്രകടനം കൂടിയാണ് ഞങ്ങൾ ഇവിടെ. കരമടക്കാമെന്ന് പറയുന്ന ഒരു താൽക്കാലിക കണ്ണിപ്പൊടിയുടെ നടപടി എന്നാണോ നിങ്ങളുടെ ഒരു? അത് താൽക്കാലികമായി ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഏക മാർഗം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവര് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിങ്ങളെ അറിയിച്ചില്ലെന്നാണോ? അറിയിച്ചില്ല. ഞങ്ങൾ ന്യൂസ് കണ്ടപ്പോഴും ഞങ്ങൾ അറിയണത് അവർ കോർ കമ്മിറ്റി കൂടി സമരം അവസാനിപ്പിക്കാനുള്ള നടപടികളാണെന്ന്. ആ നടപടികൾ ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ റിലേ നിരാഹാര സമരം തുടങ്ങുന്നത്. എല്ലാ സമരം അവസാനിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതായത് ഇത്രയും നാൾ ഈ സമരത്തിന്റെ ഭാഗമായി ഈ കോസിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന മനുഷ്യരാണ് ഞങ്ങൾ. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കുന്നു എന്ന കാര്യം ഞങ്ങളോട് നേരിട്ട് അറിയിച്ചില്ല, മാധ്യമങ്ങളിലൂടെയാണ് അറിയിച്ചത്. നിലവിൽ ഈ മുനമ്പം സമരസമിതി രണ്ടായി പിളർന്നിരിക്കുന്നു. ഒരു വിഭാഗം സമരം തുടരാൻ തീരുമാനിക്കുകയാണ്. സമരം അവസാനിപ്പിക്കുന്നവർ അല്പസമയത്തിനകം സമ്മേളനത്തോടുകൂടി സമരം അവസാനിപ്പിക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷും നിതിൻ അംബുജനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.